വെൽക്കം ടു ഇൻസ്റ്റാർ ക്ലാസ്. ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RCSE നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓവർസിയർ എക്സാമുകൾക്കും അതുപോലെ തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമുകൾക്കും വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ടാണ് ഈ ഒരു സെക്ഷൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കോൺക്രീറ്റ്? എന്താണ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, എ ബിൽഡിംഗ് മെറ്റീരിയൽ ഒബ്റ്റൈൻഡ് ബൈ മിക്സിംഗ് സിമെന്റ്, അഗ്രിഗേറ്റ്സ് ആൻഡ് വാട്ടർ ഇൻ എ സ്യൂട്ടബിൾ പ്രൊപ്പോർഷൻ. അടുത്ത സ്റ്റേറ്റ്മെന്റ്, എ മെറ്റീരിയൽ വീക്ക് ഇൻ കംപ്രഷൻ ആൻഡ് സ്ട്രോങ് ഇൻ ടെൻഷൻ, എ മെറ്റീരിയൽ ദാറ്റ് ക്യാൻ ബി റെഡിലി മോൾഡഡ് ഇൻ സ്ട്രക്ചറൽ ഐറ്റംസ് ഓഫ് വേരിയസ് സൈസസ് ആൻഡ് ഷേപ്സ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പം ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളത് നോക്കാം. അപ്പൊ ഒന്നാമത്തത്, ബിൽഡിംഗ് മെറ്റീരിയൽ ഒബ്റ്റൈൻഡ് ബൈ മിക്സിംഗ് സിമെന്റ്, അഗ്രിഗേറ്റ് ആൻഡ് വാട്ടർ അല്ലെ. അപ്പൊ കോൺക്രീറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ ഹെറ്ററോജീനിയസ് മെറ്റീരിയൽ ആണ് അല്ലെ. ഒരു ഹെറ്ററോ, അതും നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഹെറ്ററോജീനിയസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ഹെറ്ററോജീനിയസ് എന്ന് വെച്ചാൽ ഡിഫറെന്റ് മെറ്റീരിയൽസ് നമ്മൾ കൂടിച്ചേരുന്നത് അല്ലെ. സോ സിമെന്റും അഗ്രിഗേറ്റ്സും വാട്ടറും ആണ് മെയിൻ കണ്ടന്റ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, മെറ്റീരിയൽ വീക്ക് ഇൻ കംപ്രഷൻ ആൻഡ് സ്ട്രോങ് ഇൻ ടെൻഷൻ ആണ് അല്ലെ. അപ്പം ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? അല്ല. ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ കോൺക്രീറ്റ് എന്ന് പറയുന്നത് വീക്ക് ഇൻ കംപ്രഷൻ അല്ല, സ്ട്രോങ് ഇൻ കംപ്രഷൻ ആണ് അല്ലെ. സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ ടെൻഷനെ എടുക്കാൻ പറ്റാത്തത് കൊണ്ട്, അതായത് വീക്ക് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് വേണ്ടിയിട്ട് റെയിൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. സോ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ഇത് നമുക്ക് പറയാൻ പറ്റില്ല. അടുത്തൊരു, മെറ്റീരിയൽ ദാറ്റ് ക്യാൻ ബി റെഡിലി മോൾഡഡ് ഇൻ സ്ട്രക്ചറൽ ഐറ്റംസ് ഓഫ് വേരിയസ് സൈസസ് ആൻഡ് ഷേപ്പ് അല്ലെ. ഫ്രഷ് ആയിട്ടുള്ള കോൺക്രീറ്റ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് സ്റ്റേജിലാണുള്ളത്. പ്ലാസ്റ്റിക് സ്റ്റേജിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് അതിനെ മോൾഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? സി ആണ്, 1 and 3. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് മേക്സ് റെയിൻഫോഴ്സ്ഡ് സിമന്റ് കോൺക്രീറ്റ് സ്ട്രോങ് ഇൻ ബോത്ത് കംപ്രഷൻ ആൻഡ് ടെൻഷൻ? റെയിൻഫോഴ്സ്ഡ് സിമന്റ് കോൺക്രീറ്റ്, എന്താണ് റെയിൻഫോഴ്സ്ഡ് സിമന്റ് കോൺക്രീറ്റ് എന്ന് വെച്ചാൽ? റെയിൻഫോഴ്സ്ഡ് സിമന്റ് കോൺക്രീറ്റ്, RC എന്ന് വെച്ചാൽ എന്താണ്? കോൺക്രീറ്റ്, അതായത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള കോൺക്രീറ്റിനെ വിളിക്കുന്ന പേരാണ് പ്ലെയിൻ കോൺക്രീറ്റ് അല്ലെ. പ്ലെയിൻ കോൺക്രീറ്റ് പ്ലസ് റെയിൻഫോഴ്സ്മെന്റ് ആണ് എന്ത്? RCC എന്ന് പറയുന്നത്, റെയിൻഫോഴ്സ്ഡ് സിമന്റ് കോൺക്രീറ്റ്. അപ്പൊ ഈ ഒരു കോൺക്രീറ്റിനെ സ്ട്രോങ് ഇൻ, അതായത് കംപ്രഷനും ടെൻഷനും സ്ട്രോങ് ആക്കുന്ന എന്താണ്? ആക്ച്വലി കോൺക്രീറ്റ് എന്ന് പറയുന്നത് കംപ്രഷന് സ്ട്രോങ് ആണ്, പക്ഷെ നമ്മൾ അതിലേക്ക് റെയിൻഫോഴ്സ്മെന്റ് കൂടി ചേർക്കുമ്പോൾ ഒന്നും കൂടി ആ ഒരു കംപ്രസീവ് സ്ട്രെങ്ത് കൂടും. ഓക്കെ, അതുപോലെ തന്നെ ടെൻസൈൽ സ്ട്രെങ്ത് ഇല്ല കോൺക്രീറ്റിന്, പക്ഷെ ടെൻസൈൽ സ്ട്രെങ്ത് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ റെയിൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നു. അപ്പൊ എന്താണ്? അഡീഷൻ ഓഫ് സ്റ്റീൽ റെയിൻഫോഴ്സ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ ആൻസർ എന്ത് വരും? only 1 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ ബാക്കി ഓപ്ഷൻസ് ഹൈ സ്ട്രെങ്ത് സിമെന്റ്, ലാർജ് സൈസ്ഡ് അഗ്രിഗേറ്റ്സ്. ഈ ഹൈ സ്ട്രെങ്ത് സിമെന്റും ലാർജ് സൈസ്ഡ് അഗ്രിഗേറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെങ്ത് കൂടും കോൺക്രീറ്റിന്, പക്ഷെ കംപ്രസീവ് സ്ട്രെങ്ത് ആണ് കൂടുതലായിട്ട് കൂടുന്നത്. ഓക്കെ, നെക്സ്റ്റ്, which of the following are advantages of reinforced concrete? Reinforced concrete ന്റെ advantages എന്തെല്ലാമാണ്? ഒന്നാമത്തത്, better resistance to fire than steel, requires high skilled labor for erection, long service life with low maintenance cost. ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഏതൊക്കെയായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? അതായത് ബെറ്റർ റെസിസ്റ്റൻസ് ടു ഫയർ അല്ലെ, സ്റ്റീലിനേക്കാളും ഫയർ റെസിസ്റ്റന്റ് കോൺക്രീറ്റിന് കൂടുതലാണ് അല്ലെ. പിന്നീട് വരുന്നത് എന്താണ്? ഹൈ സ്കിൽഡ് ലേബർ ഒന്നും നമുക്ക് കോൺക്രീറ്റിന്റെ കേസിൽ ആവശ്യമില്ല. പിന്നെ വരുന്നത് എന്താണ്? ലോങ് സർവീസ് ലൈഫ്, അതെ, അതായത് വിത്ത് ലോ മെയിൻ്റനൻസ് കോസ്റ്റോട് കൂടി ലോങ്ങർ സർവീസ് ലൈഫ് ആയിരിക്കും എന്തിന് വരുന്നത്? കോൺക്രീറ്റിന് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? 1 and 3 ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ഡിസഡ്വാൻറ്റേജസ് ഓഫ് റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്? റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണ്? ഒന്ന്, മിക്സിംഗ്, കാസ്റ്റിംഗ് ആൻഡ് ക്യൂറിംഗ്, then high compressive strength compared to steel, relatively high cost of forms used to cast concrete. അപ്പം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മീൻസ് മിക്സിംഗ്, കാസ്റ്റിംഗ്, ക്യൂറിംഗ്. അതെ, മിക്സിംഗും കാസ്റ്റിംഗും ക്യൂറിംഗും വേണം അല്ലെ, കോൺക്രീറ്റിന് വേണം. അപ്പൊ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണോ? അതെ, കാരണം എന്താണ്? അതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം, അതായത് കോൺക്രീറ്റിന് നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്ന കണ്ടീഷനിൽ ആക്കണമെങ്കിൽ എന്താണ്? ഒരുപാട് സമയം ആവശ്യമായിട്ട് വരുന്നത് ഇതിന് വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ കോൺക്രീറ്റ് സ്റ്റീലിനാണെങ്കിലോ അങ്ങനെ ഉള്ള ഒരു ഇത് വേണ്ട, ഒരു പ്രോസസ്സുകളും ആവശ്യമില്ല. അപ്പൊ ഇതൊരു കറക്റ്റ് ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് കമ്പയർഡ് ടു സ്റ്റീലിനെ കമ്പയർ ചെയ്യുമ്പോൾ ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. ഓക്കെ, അതാണ് അടുത്തത്. അങ്ങനെയുണ്ട് അല്ലെ. സ്റ്റീലിന് കംപ്രഷനും ടെൻഷനെയും റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. സോ ഒരിക്കലും ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് കമ്പയർഡ് ടു സ്റ്റീൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല റെയിൻഫോഴ്സ്ഡ് സിമന്റ് കോൺക്രീറ്റിന്. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ഹൈ കോസ്റ്റ് ഓഫ് ഫോംസ് ആണ്. ഫോംസ് എന്ന് വെച്ചാൽ എന്താണ്? ഫോം വർക്ക് ആണ് അല്ലെ. അപ്പൊ ഫോം വർക്കുകളും കൂടി അഡീഷണൽ ആയിട്ട് നമ്മൾ എന്ത് വേണം? ഓരോ ഇപ്പൊ കോൺക്രീറ്റ് ഇത്രയും ഡയമെൻഷനിലാണെങ്കിൽ അതേ ഡയമെൻഷന്
ഉണ്ടാക്കാനുള്ള മീൻസ് അതേ ഡയമെൻഷനുള്ള കോൺക്രീറ്റിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഹോംവർക്ക് നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. അപ്പൊ എന്താണ് ഹോംവർക്ക് എന്ന് വെച്ചാൽ തട്ടടിക്കുക അല്ലെ, കോൺക്രീറ്റിനെ തട്ടടിച്ച് വാർക്കുക എന്ന് പറയത്തില്ലേ, അതാണ് ഹോംവർക്ക്. അപ്പം 1ഉം 3യും കറക്റ്റ് ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അല്ല ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് കമ്പയർ ടു സ്റ്റീൽ എന്ന് പറയുന്നത് സ്റ്റീലിനെ കമ്പയർ ചെയ്യുമ്പോൾ ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് ആണെങ്കിൽ പോലും മീൻസ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സ്റ്റീൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം യൂണിറ്റ് വെയിറ്റ് 7850 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. അതേസമയം കോൺക്രീറ്റിന് എന്താണ് 2500 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ 2400 ആ ഒരു റേഞ്ച് ആണ് വരുന്നത്. അപ്പം പെർ മീറ്റർ ക്യൂബിൽ സ്റ്റീലിന് എന്താണ് ഇത്രയും മീൻസ് വെയിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോൺക്രീറ്റിന് ഇത്രയും വെയിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ഇതിന് ഭയങ്കരമായിട്ടും എന്താണ് കൂടുതലായിട്ടുള്ള ബെനിഫിറ്റ് ആയിരിക്കും ഇതിനുള്ളത്. അപ്പൊ അതിന് കംപ്രസീവ് സ്ട്രെങ്ത് കൂടുതലെന്ന് പറയാം, നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ സ്റ്റീൽ എന്താണ് കംപ്രഷനെയും ടെൻഷനും റെസിസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ കോൺക്രീറ്റ് എന്ന് പറയുന്നതാണ് ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് ആണ്, എന്നുവെച്ചാൽ കംപ്രഷനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കോൺക്രീറ്റ് ആണ് അല്ലെ. അപ്പൊ അത് ഒരു ഡിസഡ്വാൻറ്റേജ് അല്ല. ഓക്കെ, അപ്പൊ അത് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇതെന്താണ് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. സോ 1ഉം 3ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. സി. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് യൂസ്ഡ് ഇൻ RCC? RCC ഉപയോഗിക്കുന്ന ഫൈൻ അഗ്രിഗേറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തെല്ലാമാണ്? ഇതെല്ലാം ആയിരിക്കും നോക്കുക. പാർട്ടിക്കിൾ സൈസ് ഡസ് നോട്ട് എക്സീഡ് 4.75 mm, should be free from siltic like salts and other organic matter, should have a glossy surface. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മുടെ അഗ്രിഗേറ്റിന്റെ പ്രോപ്പർട്ടീസ് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ കറക്റ്റ് ആണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ്, അതായത് നമ്മുടെ അഗ്രിഗേറ്റിന്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഡസ് നോട്ട് എക്സീഡ്. അതായത് ഡസ് നോട്ട് എക്സീഡ് എന്ന് വെച്ചാൽ എന്താണ് 4.75 mm നിന്നും കൂടാൻ പാടില്ല അല്ലെ. നമ്മൾ സൈസിന്റെ ബേസിസിൽ അഗ്രിഗേറ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത് തന്നെ ഈ ഒരു മാനദണ്ഡം ഉപയോഗിച്ചിട്ടാണ് ഇത്. ഓക്കെ, അപ്പൊ 4.75 കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അത് കോഴ്സ് അഗ്രിഗേറ്റ് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഇത് കറക്റ്റ് ആണ്. അടുത്തത് ഷുഡ് ബി ഫ്രീ ഫ്രം സിൽറ്റിക് ലൈക്ക് സാൾട്ട് ആൻഡ് അതർ, അതെ ഇംപ്യൂരിറ്റീസിൽ നിന്നൊക്കെ ഫ്രീ ആയിരിക്കണം. അപ്പൊ അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ ഷുഡ് ഹാവ് എ ഗ്ലോസി സർഫസ്. ഗ്ലോസി സർഫസ് എന്ന് വെച്ചാൽ എന്താണ്, സർഫസ് ടെക്സ്ചറിനെയാണ് നമ്മൾ ഗ്ലോസി സർഫസ് എന്ന് പറയുന്നത് അല്ലെ. അതായത് ഗ്ലോസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൈക്രോസ്കോപ്പ്, അതായത് നമ്മൾ കാണുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കും, പക്ഷെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ക്രാക്കുകൾ, ക്രാക്സ് അല്ല മൈക്രോ പോറുകൾ അതിൽ കാണും. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ് ഗ്ലോസി സർഫസ് എന്ന് പറയുന്നത്, മൈക്രോപോർസ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. സോ 1ഉം 2ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്സ് ഓഫ് സിമെന്റ്സ് ആർ യൂസ്ഡ് ഫോർ RCC? RCCക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം ടൈപ്പ് ഓഫ് സിമെന്റുകളാണ് ഉപയോഗിക്കുന്നത്? ഒന്ന് ഓർഡിനറി ആൻഡ് ഓർ ലോ ഹീറ്റ് പോർട്ട്ലാൻഡ് സിമെന്റ് കൺഫോമിംഗ് ടു IS 269. പിന്നീട് പോർട്ട്ലാൻഡ് പോർട്ട്ലാൻഡ് സിമെന്റ് കൺഫോമിംഗ് ടു IS 1489. സൂപ്പർ സൾഫേറ്റഡ് സിമെന്റ് കൺഫോമിംഗ് ടു IS 6909. അപ്പൊ നമ്മൾ ടൈപ്പ് ഓഫ് സിമെന്റ് എടുത്തു കഴിഞ്ഞാൽ ഏത് സിമെന്റ് വേണേലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതെല്ലാം നമുക്ക് IS കോഡ് പ്രകാരമുള്ള സിമെന്റുകളാണ്. സോ എല്ലാ സിമെന്റുകളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓപ്ഷൻ ഡി ആണ് 1, 2 and 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ റിക്വയർമെന്റ്സ് ഫോർ വാട്ടർ യൂസ്ഡ് ഇൻ മേക്കിംഗ് കോൺക്രീറ്റ്? കോൺക്രീറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വാട്ടറിന്റെ റിക്വയർമെന്റ്സ് എന്തെല്ലാമാണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, should be free from dirt, organic impurities, sulfur contamination and chlorides. രണ്ടാമത് pH value should be between 6 and 8. should have a high salt content. ഏതായിരിക്കും ആൻസർ വരുന്നത്? ഇപ്പൊ വായിക്കുമ്പോഴേ അറിയാം അല്ലെ, നിങ്ങൾക്ക് വളരെ നമ്മുടെ ലോജിക്ക് വെച്ച് തന്നെ എഴുതാൻ പറ്റുന്ന കുറെ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ പറഞ്ഞതല്ലാതെ. ഒന്നാമത്തെ എന്താണ്, ഷുഡ് ബി ഫ്രീ ഫ്രം ഡർട്ട്, ഓർഗാനിക് ഇമ്പ്യൂരിറ്റീസ്, സൾഫർ കണ്ടാമിനേഷൻ, ക്ലോറൈഡ്സ്. അടുത്ത എന്താണ്, pH വാല്യൂ എന്നുള്ളത് 6നും 8നും ഇടയ്ക്കായിരിക്കണം വരേണ്ടത്. അത് കറക്റ്റ് ആണ്. പിന്നെ എന്താണ്, സോൾട്ട് കണ്ടന്റ് ഉണ്ടെങ്കിൽ നല്ലതാണോ? അല്ല. അതെന്താണ്, കൊറോഷൻ കാരണമാകും അല്ലെ. കൊറോഷൻ നമ്മുടെ നോർമൽ വാട്ടറും കാരണമാകും, പക്ഷെ റേറ്റ് ഓഫ് കൊറോഷൻ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. സോ 1 and 2 ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കൺസിഡർ റെയിൻഫോഴ്സ്മെന്റ് മെറ്റീരിയൽസ് ആൻഡ് RCCയിൽ നമ്മൾ ഉപയോഗിക്കുന്ന റെയിൻഫോഴ്സ്മെന്റ് മെറ്റീരിയൽസ് ഏതെല്ലാമാണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, മൈൽഡ് സ്റ്റീൽ ആൻഡ് മീഡിയം ടെൻസൈൽ സ്റ്റീൽ ബാർ കൺഫോമിംഗ് IS 432. The cold twisted bar conforming to IS 1786. വുഡ് ബീംസ് കൺഫോമിംഗ് ടു IS 236. ഏതൊക്കെയായിരിക്കും മെയിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത്? മൈൽഡ് സ്റ്റീൽ, പിന്നെന്താണ് ടെൻസൈൽ സ്റ്റീൽ ബാർ, മീഡിയം ടെൻസൈൽ സ്റ്റീൽ ബാർ ഉപയോഗിക്കാറുണ്ട്, കോൾഡ് ട്വിസ്റ്റഡ് ബാർ യൂസ് ചെയ്യാറുണ്ട്. ഇത് രണ്ടും കറക്റ്റ് ആണ്. പക്ഷെ വുഡൻ ബീംസ് നമ്മൾ റെയിൻഫോഴ്സ്മെന്റുകളായിട്ട് ഉപയോഗിക്കാറില്ല. സോ ഇത് തെറ്റാണ്. 1ഉം 2ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ എന്ന് പറയുന്നത് ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് പ്രോപ്പർട്ടീസ് ഷുഡ് കോഴ്സ് അഗ്രിഗേറ്റ് ഹാവ് ഫോർ RCC? RCCക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കോഴ്സ് അഗ്രിഗേറ്റിന് എന്തെല്ലാം പ്രോപ്പർട്ടീസ് ആണ് ഉണ്ടാവേണ്ടത്? ഓക്കെ, അപ്പൊ ഒന്നാമത്തെ നോക്കാം, ഷുഡ് നോട്ട് അബ്സോർബ് മോർ ദാൻ 5% of water by weight when immersed in 24 hours.
It should have a glossy surface. Should be free from clay, clouds and other organic matter. Already നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളും കൂടി ഇതിലുണ്ട് അല്ലേ? ഒന്നാമത്തത് should not absorb more than 5%. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് should have a glossy surface. വേണോ? വേണ്ട. അതായത് മൈക്രോ പോറുകളുള്ള സർഫസ് ആണ് glossy surface. അപ്പൊ ഇത് പാടില്ല. And should be free from clay, clouds and other organic matter. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ എന്തുവരും 1 ഉം 3 ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, which type of cement is most suitable for general masonry and concrete work where members are not subjected to high stress? 33 grade OPC, 43 grade OPC, 53 grade OPC. ഏതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ജനറൽ മേസൺറി ആണ്, നോട്ട് സബ്ജക്റ്റഡ് ടു ഹൈ സ്ട്രെസ്. ഹൈ സ്ട്രെസ്സിന് വിധേയമാവുകയാണെങ്കിൽ നമുക്ക് ഈ രണ്ടെണ്ണം യൂസ് ചെയ്യാം, 43 and 53. പക്ഷേ ജനറൽ മേസൺറി കൺസ്ട്രക്ഷൻ ആണെങ്കിൽ നമ്മൾ 33 ഗ്രേഡ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ എ ആണ് only one. Okay, clear ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. What is the primary concern when using 53 grade ordinary Portland cement in construction? 53 grade യൂസ് ചെയ്യുമ്പോഴുള്ള primary concern എന്താണ്? ഒന്ന്, low initial strength gain, higher heat and hydration leading to micro cracking, long term strength increase. നമ്മൾ നോർമൽ ആയിട്ട് ജനറൽ കൺസ്ട്രക്ഷൻ 33 പിന്നെ ഹയർ ആയിട്ടുള്ള സ്ട്രെങ്ത് വേണ്ട കേസിൽ 43 ആണ് യൂസ് ചെയ്യുന്നത്. 53 ഉപയോഗിക്കാം. പക്ഷെ 53 യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹീറ്റ് ഹൈഡ്രേഷൻ കുറച്ചും കൂടി കൂടുതലായിരിക്കും. ഹീറ്റ് ഹൈഡ്രേഷൻ കൂടുതലാകുമ്പോൾ എന്ത് സംഭവിക്കും? ഷ്രിങ്കേജ് സംഭവിക്കാം അല്ലെ? എന്നുവെച്ചാൽ വെള്ളം പെട്ടെന്ന് വലിഞ്ഞു പോകുന്നു, ഷ്രിങ്കേജ് ഉണ്ടാവാം. അതിന്റെ ഫലമായിട്ട് മൈക്രോ ക്രാക്സ് ഫോം ചെയ്യും. സോ ഓപ്ഷൻ വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, which characteristic is not essential for the material used for reinforcement in RCC work? Okay, അതായത് നമ്മൾ RCCക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ RCC റെയിൻഫോഴ്സ്മെന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയലിന് വേണ്ടാത്ത കാര്യങ്ങൾ നോട്ട് എസെൻഷ്യൽ. ഒന്നാമത്തേത് എബിലിറ്റി ടു ഡെവലപ്പ് എ പെർഫെക്റ്റ് ബോണ്ട് വിത്ത് കോൺക്രീറ്റ്. അടുത്തത് ലോ ടെൻസൈൽ സ്ട്രെങ്ത്, കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ, നിയർലി സെയിം ഓഫ് ബെറ്റർ കോൺക്രീറ്റ്. ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. ഏതായിരിക്കും ആൻസർ വരിക? അതായത് എബിലിറ്റി ടു ഡെവലപ്പ് എ പെർഫെക്റ്റ് ബോണ്ട്, അതായത് കോൺക്രീറ്റുമായിട്ട് ഒരു പെർഫെക്റ്റ് ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ അത് വേണ്ട കാര്യമാണ് അല്ലെ? ലോ ടെൻസൈൽ സ്ട്രെങ്ത്, കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ, നിയർലി സെയിം ഓഫ് ദാറ്റ്. അത് കറക്റ്റ് ആണ് അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ കോൺക്രീറ്റ് റെയിൻഫോഴ്സ്മെന്റ് ഉപയോഗിക്കുന്നത്. രണ്ടിന്റെയും തെർമൽ എക്സ്പാൻഷൻ ഒരുപോലെ ആയതുകൊണ്ട് ഏകദേശം. പിന്നെ വേണ്ടാത്ത കാര്യം എന്ന് വെച്ചാൽ ഇതിൽ നെഗറ്റീവ് ആയിട്ട് പറയുന്ന ഏതാണ്? ലോ ടെൻസൈൽ സ്ട്രെങ്ത്. അപ്പൊ എന്താണ് ആൻസർ വരിക? എ ആണ് only 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി advantages of using deformed or twisted bars in RCC over plain round bar? Plain bar എന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മൈൽഡ് സ്റ്റീൽ എന്ന് പറയും. അതായത് സർഫസിൽ പ്രത്യേകിച്ച് ഗ്രാജുവേഷൻസോ ട്വിസ്റ്റിങ്ങോ ഒന്നുമില്ല, പ്ലെയിൻ ആയിട്ട് കിടക്കും. അതാണ് മൈൽഡ് സ്റ്റീൽ. ഡീഫോംഡ് പറഞ്ഞെങ്കിൽ കോൾഡ് ട്വിസ്റ്റഡ് എന്ന് വെച്ചാൽ നമ്മൾ കൺസ്ട്രക്ഷൻ സൈറ്റുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വലിയ നീളത്തിൽ കമ്പികൾ ഇങ്ങനെ കിടക്കണം അല്ലെ? അപ്പൊ അതിൽ തന്നെ ആ കമ്പിയുടെ പുറത്ത് തന്നെ ഓരോ പാടുകൾ പോലെ മീൻസ് ഓരോ പ്രൊജക്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണും. അപ്പൊ അതിനാണ് ഡീഫോംഡ് അല്ലെങ്കിൽ ട്വിസ്റ്റഡ് ബാറുകൾ എന്ന് പറയുന്നത്. എന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇൻക്രീസ് ദ ഈൽഡ് സ്ട്രെസ് ആൻഡ് ടെൻസൈൽ സ്ട്രെങ്ത്, ഹൈ ബോണ്ട് സ്ട്രെങ്ത്, നീഡ് ഫോർ എൻഡ് മിക്സ്. അപ്പൊ ഈ മൈൽഡ് സ്റ്റീൽ പ്ലെയിൻ ആണ്. അപ്പൊ പ്ലെയിൻ ആയിട്ടുള്ള ഒരു എന്തെങ്കിലും വസ്തുവിനേക്കാളും കുറച്ചും കൂടി മീൻസ് ഇപ്പൊ നമ്മുടെ ചെരുപ്പിന്റെ താഴെയുള്ള ഗ്രിപ്പ് പ്ലെയിൻ ആയിട്ടുള്ള ചെരുപ്പാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തെന്നി താഴെ വീഴും അല്ലെ? അല്ലെങ്കിൽ നമ്മുടെ തറയുമായിട്ടൊരു പിടുത്തം കിട്ടത്തില്ല. ഗ്രിപ്പുകൾ കൂടുന്തോറും നമുക്ക് എന്താണ് കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ട് നടക്കാൻ പറ്റും അല്ലെ? അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. മൈൽഡ് സ്റ്റീൽ ബാറുകൾ വെച്ചാൽ പ്ലെയിൻ ബാറുകളാണ്. അതിന്റെ സർഫസിൽ പ്രത്യേകിച്ച് പാടുകളോ ഗ്രാജുവേഷൻസോ ഒന്നുമില്ല. പക്ഷെ ഡീഫോംഡ് അല്ലെങ്കിൽ ട്വിസ്റ്റഡ് ബാർ എന്ന് പറയുമ്പോൾ അതിന്റെ സർഫസിൽ എന്താണ് പ്രൊജക്ഷൻ പോലെ ഇങ്ങനെ ചെറുതായിട്ടുണ്ട്, ഗ്രിപ്പ് പോലെ. അപ്പൊ ആ ഗ്രിപ്പ് എന്താണ് ഈൽഡ് സ്ട്രെസ്സും ടെൻസൈൽ സ്ട്രെങ്തും ഒക്കെ കൂട്ടുന്നു ആസ് കമ്പയർഡ് ടു മൈൽഡ് സ്റ്റീൽ. അതുപോലെ തന്നെ ഹയർ ബോണ്ട് സ്ട്രെങ്ത് വിത്ത് കോൺക്രീറ്റും ആയിരിക്കും. ഹുക്ക് എൻഡ് ഇല്ലെങ്കിലും പ്രശ്നമില്ല, അതിന് പകരമായിട്ട് എന്താണ് എന്തെങ്കിലും ഹുക്ക് ഇല്ലെങ്കിലും അതിന് പകരമായിട്ട് അതിന്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. ഓക്കെ, സോ 1 ഉം 2 ആണ്, അത് നിർബന്ധമില്ല. ഓക്കെ, സോ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഗ്രേഡ് ഓഫ് സിമെന്റ് ഷുഡ് ബി യൂസ്ഡ് വെയർ ഹൈ എയർലി സ്ട്രെങ്ത് 1 to 28 days range is required? അതായത് ഹൈ എയർലി സ്ട്രെങ്ത് വേണമെന്നുണ്ടെങ്കിൽ ഏത് ഗ്രേഡ് സിമെന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്? 33, 43, 53. ഏതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ? 33 ജനറൽ കൺസ്ട്രക്ഷൻ വേണ്ടിയിട്ടും 43, 53 ഹൈ എയർലി സ്ട്രെങ്ത് കൺസ്ട്രക്ഷൻ, ഹൈ സ്ട്രെങ്ത് കൺസ്ട്രക്ഷൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, what are the permissible stresses in steel reinforcement as per IS 456? Permissible stresses എന്തിനു വേണ്ടിയിട്ടുള്ളത്? ഫോർ FE 415 HIS bar. ഒരു ടേബിൾ ആയിട്ട് ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ടേബിൾ വരുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സും കൂടി നോക്കിയേക്കാം.
yield stress equal to 450 Newton per mm square and permissible tensile stress equal to 230 Newton per mm square. The yield stress equal to 500 Newton per mm square and permissible tensile stress equal to 275 Newton per mm square. Yield stress equal to 300 Newton per mm square and permissible tensile stress equal to 200 Newton per mm square. നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് HISD ബാർ എന്താണ് 415 ആണ് അല്ലെ. ഈ 415 എന്താണ് സൂചിപ്പിക്കുന്നത്? ഈൽഡ് സ്ട്രെസ് ആണ് 415 ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈൽഡ് സ്ട്രെസ് എന്നുവെച്ചാൽ 415 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് ഈൽഡ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഈൽഡ് സ്ട്രെസ് 415 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണ് പെർമിസിബിൾ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത് 230 ആയിരിക്കും. ഈ ഒരു ടേബിൾ പഠിച്ചു വെക്കുക. 280 ആണെങ്കിൽ HC 250 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് 140. HC 500 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് 274. ഓക്കെ, നമ്മുടെ ആൻസർ ചെയ്ത് വരും 330 ആണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്. ഓൾറെഡി 1. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. What does the term characteristic strength of steel reinforcement mean? Steel reinforcement characteristic strength എന്ന് വെച്ചാൽ എന്താണ്? ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഒന്നാമത്തത് the average yield strength of steel, the minimum yield strength of steel below which not more than 5% of the test results are expected to show the maximum yield stress of the steel. ഇതാണ് പറയുന്നത്. എന്തായിരിക്കും? അതായത് നമ്മൾ സ്റ്റീൽ റeinforcementന്റെ characteristic strength കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടുപിടിക്കുകയാണെന്ന് വിചാരിക്കുക. കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇപ്പം ഒരു 100 സ്റ്റീൽ റeinforcementന്റെ ഓക്കെ ഒരു 100 എണ്ണം എടുക്കുന്ന വിചാരിക്കുക. സ്റ്റീൽ റeinforcement ആ 100 എണ്ണം നമ്മൾ ടെസ്റ്റ് ചെയ്തു. 100 എണ്ണം ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ 95 എണ്ണത്തിനും ഗുഡ് റിസൾട്ട് കിട്ടണം. 5% ഫെയിൽ ആയാലും സാരമില്ല. ഇതാണ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്തിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. The minimum yield stress of steel below which not more than 5% of the test results are expected to fall. അതായത് 5% കൂടുതലായിട്ട് നമുക്ക് നെഗറ്റീവ് റിസൾട്ട് കിട്ടാൻ പാടില്ല. ഓക്കെ, നമ്മുടെ ഓപ്ഷൻ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? only 2 ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ only 2. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which IS code is used for the construction of reinforced cement concrete structure? ഈ IS code ആണ് നമ്മൾ സിമന്റ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. RCC സ്ട്രക്ചേഴ്സിന് പേരാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. IS 456 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. IS 456. സോ only 2. അടുത്ത ക്വസ്റ്റ്യൻ. What precautions should be taken when handling reinforcement at the site? സൈറ്റിൽ നമ്മൾ റeinforcement ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്? ഓക്കെ, അപ്പൊ നോക്കാം. ഒന്നാമത്തത് ensuring reinforcement is clean and free from loose scale, loose rust, oil, other coatings. രണ്ടാമത്തത് ensuring reinforcement is covered with paint for protection, using precast cover blocks to ensure proper cover to the reinforcement. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ ഒന്നാമത്തെ നോക്കാം. ensuring reinforcement, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന റeinforcement ഫ്രീ ഫ്രം ഇങ്ങനെയുള്ള സംഭവങ്ങൾ, അതായത് ഇനോട്ട് മെറ്റീരിയൽസിൽ നിന്ന് ഫ്രീ ആയിരിക്കണം. അത് കറക്റ്റ് ആണ്. എന്താണ് ensuring environment is covered with പെയിന്റ് ഫോർ പ്രൊട്ടക്ഷൻ. പെയിന്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട് അല്ലേ? ആണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് യൂസ് പ്രീകാസ്റ്റ് കവർ, അതായത് നമ്മൾ കവർ കൊടുക്കണം. അതായത് ഇത് കോൺക്രീറ്റ് ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറിയിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് റeinforcement ഇടാനായിട്ട്. അപ്പൊ ഇതിനെയാണ് കവർ എന്ന് പറയുന്നത്. കവർ നമ്മൾ കൊടുക്കണം അല്ലെ. കവർ ഓഫ് കോൺക്രീറ്റ്. അപ്പൊ 1 ഉം 3 ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഇംപ്രൂവ്മെന്റ്സ് ആർ അച്ചീവ്ഡ് ബൈ ട്വിസ്റ്റിംഗ് സ്റ്റീൽ ബാർസ്? സ്റ്റീൽ ബാർസ് ട്വിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് എന്ത് ഇംപ്രൂവ്മെന്റ് ആണ്? നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. ഒന്നാമത്തെ ഓപ്ഷൻ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇൻക്രീസിംഗ് yield strength, increasing ultimate tensile stress, decreasing ultimate elongation. ഏതാണ് വരുന്നത്? 3ഉം കറക്റ്റ് ആണ് അല്ലെ. yield stress കൂടുന്നു. സ്ട്രെങ്ത് എല്ലാ രീതിയിലും കൂടും. yield strength ആയാലും അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ആയാലും അത് രണ്ടും കൂടുന്നു. അതുപോലെ തന്നെ അൾട്ടിമേറ്റ് ഇലോങ്ങേഷൻ കുറയുന്നു അല്ലെ. സോ അത് കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ സി ആണ് 1ഉം 2ഉം 3. Next question. What is the minimum clear cover required for reinforcement in beams? ബീമിൽ നമ്മൾ reinforcement കൊടുക്കുമ്പോൾ അതിനുള്ള മിനിമം ക്ലിയർ കവർ എത്രയാണ്? 15 mm or diameter of the bar, whichever is more. 25 mm or diameter of the bar, whichever is more. 40 mm or diameter of the bar, whichever is more. ഏതായിരിക്കും വരുന്നത്? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓരോന്നിന്റെ എങ്ങനെയാണ് നമുക്ക്. സ്ലാബ് ആണെങ്കിൽ ക്ലിയർ കവർ 15 mm or diameter of bar ആണ്. ബീം ആണെങ്കിൽ 25 mm or diameter of bar ആണ്. കോളം ആണെങ്കിൽ 45 mm or diameter of bar ആണ്. ഫൗണ്ടേഷൻ ആണെങ്കിൽ ഇതെല്ലാം നിങ്ങൾ പഠിക്കണം. ഫൗണ്ടേഷൻ സ്ലാബ്സ് ആൻഡ് ബീംസ് ആണെങ്കിൽ 50 mm ആയിരിക്കും. ഓക്കെ, അപ്പൊ നോക്കുക എന്തൊരു ആൻസർ. ബീം ആയതുകൊണ്ട് 25 ആണ് അല്ലെ. ഓൺലി 2. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
What does the abbreviation BT relate to in reinforcement bar shape? Reinforcement bar shapes BT എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ബെൻഡ് ബാർ, ബോട്ടം ബാർ, ടോപ്പ് ബാർ. ഏതായിരിക്കും? നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. നോക്കാം. ALT എന്ന് വെച്ചാൽ ഓൾട്ടർനേറ്റ് ബാർ ആണ്. ബെൻഡ് ബാർ ആണ് BT, B ബോട്ടം ബാറും T ടോപ്പ് ബാറും. ST സ്ട്രൈറ്റ് ബാർ, STP സ്റ്റിറപ്പ്, ST സ്പൈറൽ, CP കോളം ചെയിൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കും. പക്ഷെ പഠിക്കാം. അപ്പൊ നമ്മുടെ എന്തായാലും ആൻസർ വരുന്നത് BT എന്ന് വെച്ചാൽ ബെൻഡ് ബാർ ആണ് അല്ലെ. ഓൺലി 1 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. What is the characteristic strength of mild steel bars conforming to grade 1 of IS or grade 2? Okay, അതായത് മൈൽഡ് സ്റ്റീൽ ബാറുകളെല്ലാം തന്നെ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? FP 250 എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ എന്ത് വരും? 250 Nm/mm എന്നാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the purpose of a bar bending schedule in RCC work? First statement, to prepare a list of required reinforcement bars to ensure proper cover to the reinforcement, to detail the exact bending shape, dimension and diameter of each bar. ഏതാണ് ആൻസർ വരാൻ? നിങ്ങൾ എസ്റ്റിമേഷനിൽ ഇതൊക്കെ പഠിക്കാറുള്ളതാണ്. സ്റ്റേറ്റ്മെന്റ്, ടു പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് റിക്വയർഡ് റെയിൻഫോഴ്സ്മെന്റ് ബാർ. അതെ, നമുക്ക് ഏതെല്ലാം റെയിൻഫോഴ്സ്മെന്റ് ബാറുകളാണ് ഒരു സ്ട്രക്ചറിൽ ആവശ്യമായിട്ട് വരുന്നത് അതിന്റെ എല്ലാത്തിന്റെ ഒരു ലിസ്റ്റ് ആണ് അല്ലെ. പിന്നെ അതാണ് പ്രോപ്പർ കവർ. നമ്മൾ ബാർ ബെൻഡിങ് ഷെഡ്യൂളിൽ കവർ സ്പെസിഫൈ ചെയ്യത്തില്ല. പിന്നീട് എന്താണ് ഏത് രീതിയിലാണ് ബെൻഡിങ് ഷേപ്പ്, അതായത് ഒരു ബാറിന് നമ്മൾ ഇങ്ങനെയാണോ ബെൻഡ് ചെയ്യുന്നത്, ഇങ്ങനെയാണോ ബെൻഡ് ചെയ്യുന്നത്, അങ്ങനെയുള്ള പല പല ബെൻഡിങ് ഷേപ്പ്, അതിന്റെ ഡയമെൻഷൻസ്, ഡയമീറ്റർ ഇതൊക്കെയാണ് നമ്മൾ അതിൽ കാണിക്കുന്നത്. സോ 1 ഉം 3 ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What are the permissible tensile strength sigma ST and HIST bar conforming to grade FP500? FP500 നമ്മൾ എന്താണ് FP500 എന്ന് പറയുമ്പോൾ HIST ബാറിന്റെ എന്താണ് പെർമിസിബിൾ ടെൻസൈൽ സ്ട്രെങ്ത്. ഓക്കെ, എത്രയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് അല്ലെ. FP415 വരുമ്പോൾ എത്രയാണ്? 230 ആണ്. ഇതിന്റെ എത്ര? 275 Nm/mm² ആണ് പറഞ്ഞത്. ടേബിൾ എല്ലാവർക്കും ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ആൻസർ വരുന്നത് എത്രയാണ്? B ആണ്, only 2. Next question. What is the purpose of routine inspection and testing of steel reinforcement? അതായത് നമ്മൾ സ്റ്റീൽ റെയിൻഫോഴ്സ്മെന്റിന്റെ ടെസ്റ്റിംഗും ഇൻസ്പെക്ഷനും ഒക്കെ അതായത് റെഗുലർ ആയിട്ടുള്ള ഇൻസ്പെക്ഷൻ ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? To determine the yield point, to determine the ultimate strength, to measure percentage elongation and bend. ഇതിന് വേണ്ടിയിട്ടായിരിക്കും. അതെല്ലാം നമുക്ക് ചെയ്യണം അല്ലെ. അതായത് yield point കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ പെർസെന്റേജ് എലോങ്ങേഷൻ കണ്ടുപിടിക്കാൻ. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദി റേറ്റ് ഓഫ് ടെസ്റ്റിംഗ് ഫോർ സർഫസ് ജിയോമെട്രി ആൻഡ് സ്റ്റീൽ റെയിൻഫോഴ്സ്മെന്റ്? സ്റ്റീൽ റെയിൻഫോഴ്സ്മെന്റിലെ സർഫസ് ജിയോമെട്രി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേനുള്ള ആ ഒരു മീൻസ് ആ ഒരു റേറ്റ് ഓഫ് ടെസ്റ്റിംഗ് എത്രയാണ്? വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ടെസ്റ്റിംഗ് ഫോർ സർഫസ് ജിയോമെട്രി ആൻഡ് സ്റ്റീൽ റെയിൻഫോഴ്സ്മെന്റ്? സ്റ്റീൽ റെയിൻഫോഴ്സ്മെന്റ് സർഫസ് ജിയോമെട്രിയുടെ കേസാണ് വരുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, 1 ടെസ്റ്റ് സ്പെസിമെൻ പെർ ടെസ്റ്റ് യൂണിറ്റ് ആൻഡ് നോമിനൽ ഡയമീറ്റർ, 1 ടെസ്റ്റ് സ്പെസിമെൻ പെർ 30 ടൺസ്, 1 ടെസ്റ്റ് സ്പെസിമെൻ പെർ ക്വാളിറ്റി അസസ്മെന്റ് മാനുഫാക്ചറർ. എന്താണ് സർഫസ് ജിയോമെട്രിയുടെ ടെസ്റ്റിംഗിന്റെ കേസിൽ വരുന്ന ആ ഒരു റേറ്റിനെ നമ്മൾ ഈ ഒരു രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് ഓർത്ത് വെച്ചേക്കാം. 1 ടെസ്റ്റ് സ്പെസിമെൻ പെർ 1 ടെസ്റ്റ് യൂണിറ്റ് ആൻഡ് നോമിനൽ ഡയമീറ്റർ, ഇങ്ങനെയാണ് പറയുന്നത്. സോ ഓൺലി 1 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇത്രയും ക്വസ്റ്റ്യൻസ് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത സെക്ഷനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. സോ താങ്ക് യു.